നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് സാധാരണമായിട്ടുള്ള ഒരു വിഷയമല്ല. നമ്മുടെ വീടുകളിൽ ദിവസവും കാണുന്ന, പക്ഷേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം പലർക്കും അറിയാത്ത ഒരു പവിത്ര ആചാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. അത് മറ്റൊന്നുമല്ല, നിലവിളക്ക് തെളിയിക്കലാണ്. പലർക്കും ഇതൊരു റൊട്ടീനാണ്, പലർക്കും ഒരു ഹാബിറ്റാണ്, പലർക്കും വെറും ഒരു ട്രഡീഷൻ മാത്രമാണ്. പക്ഷെ സത്യത്തിൽ ഇത് അതിനേക്കാൾ വളരെ ആഴമുള്ള ഒരു സ്പിരിച്വൽ സയൻസ് ആണ്. നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ശാന്തി അനുഭവപ്പെടുന്നുണ്ടോ? മനസ്സിന് ഒരു കാംനെസ് വരുന്നുണ്ടോ? അല്ലെങ്കിൽ അത് വെറും ഒരു കർമ്മം പോലെ തോന്നുന്നുണ്ടോ? ഇതിൻ്റെ ഉത്തരം ഓരോരുത്തർക്കും വ്യത്യാസപ്പെടാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ ചെറിയ ദീപത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. നിലവിളക്ക് വെറും ഒരു വിളക്കല്ല, ഇത് നമ്മുടെ സംസ്കാരത്തിൽ ജീവിതത്തിന്റെ പ്രകാശം എന്നാണ് പറയുന്നത്. ഇരുട്ട് എന്ന് പറയുന്നത് അജ്ഞാനമാണ്, അല്ലെ? വെളിച്ചം എന്ന് പറയുന്നത് അറിവാണ്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ പറഞ്ഞത്, ഒരു ദീപം തെളിയിച്ചെടുത്ത് ഇരുട്ടിന് സ്ഥലമില്ല എന്നുള്ളത്. പലർക്കും തോന്നാം ഇതൊരു റിലീജിയസ് റിച്വൽ ആണെന്ന്, പക്ഷെ സത്യത്തിൽ ഇതൊരു ലൈഫ് ഡിസിപ്ലിൻ ആണ്. പണ്ടുകാലത്ത് നമ്മുടെ വീടുകളിൽ രാവിലെ ഉണർന്നാൽ ആദ്യം ദീപം തെളിയിക്കുമായിരുന്നു. വൈകുന്നേരം സൂര്യാസ്തമയത്തിന് ശേഷം വീണ്ടും തെളിയിക്കും ദീപം. പ്രത്യേക ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടെ ദീപാരാധന നടത്തും. ഇതൊരു റൊട്ടീൻ അല്ലായിരുന്നു, ഇതൊരു ലൈഫ് സ്റ്റൈലായിരുന്നു. നിലവിളക്ക് തെളിയിക്കുന്നത് പ്രകൃതിയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. രാവിലെ സൂര്യോദയമാണ്, പുതിയ തുടക്കമാണ്, അല്ലെ? ഫ്രഷ് എനർജി. വൈകുന്നേരം സൂര്യാസ്തമയമാണ്, ശാന്തമായ ഒരു ട്രാൻസിഷനാണ് അവിടെ നടക്കുന്നത്. ദിവസത്തിന്റെ അവസാന എനർജി ഷിഫ്റ്റാണ് നടക്കുന്നത്. ഈ രണ്ട് സമയങ്ങളിലും നമ്മുടെ മനസ്സ് ഏറ്റവും സെൻസിറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സമയത്ത് ദീപം തെളിയിക്കുന്നത് പ്രത്യേക പ്രാധാന്യം നേടുന്നത്. ഇത് കേവലം വിശ്വാസം മാത്രമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ദീപം തെളിയിച്ച് കുറച്ചു നേരം അതിനെ നോക്കി നിൽക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു, ചിന്തകൾ കുറയുന്നു, സ്ട്രെസ് കുറയുന്നു, ഒരു ഫോക്കസ് സ്റ്റേറ്റ് വരുന്നു. ഇത് ഒരു ടൈപ്പ് ഓഫ് നാച്ചുറൽ മെഡിറ്റേഷൻ തന്നെയാണ്. ഫയർ ഫ്ലെയിമിനെ നോക്കുന്നത് തന്നെ ബ്രെയിനിനെ കാം മോഡിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ പാരമ്പര്യ വിശ്വാസപ്രകാരം വീടുകൾക്ക് എനർജിയുണ്ട്. വീട്ടിൽ സന്തോഷമുണ്ടാകാം, ദുഃഖമുണ്ടാകാം, ടെൻഷൻ ഉണ്ടാകാം, സമാധാനമുണ്ടാകാം. ഇതെല്ലാം തന്നെ എനർജിയുടെ മാറ്റങ്ങളാണ്. നിലവിളക്ക് തെളിയിക്കുന്നത് ഈ നെഗറ്റീവ് എനർജി കുറയ്ക്കാനും പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുകയും ചെയ്യാനും സഹായിക്കും എന്നുള്ളതാണ് വിശ്വാസം. നിലവിളക്കിന് 3 പ്രധാന ഘടകങ്ങളുണ്ട്. ഒന്നാമതായിട്ട് എണ്ണ, രണ്ടാമതായിട്ട് തിരി, മൂന്നാമതായിട്ട് തീ. ഇവ മൂന്നും ചേർന്ന് കഴിഞ്ഞാലാണ് ഒരു കംപ്ലീറ്റ് ലൈഫ് സിമ്പിൾ ആകുന്നത് എന്ന് പറയാം. കാരണം തീ എന്ന് പറയുന്നത് എനർജിയാണ്, തിരി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്, ഹ്യൂമൻ ലൈഫാണ്, എണ്ണ എന്ന് പറയുന്നത് സപ്പോർട്ട് സിസ്റ്റമാണ്. ഇവ മൂന്നുമില്ലാതെ ദീപം ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം. ഈ ചെറിയ ദീപം നമ്മെ പഠിപ്പിക്കുന്ന ഒരു ജീവിത പാഠമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമുണ്ടെങ്കിൽ പുറത്തെ ഇരുട്ട് നിങ്ങളെ ബാധിക്കില്ല. ഇത് സ്പിരിച്വൽ മീനിങ് മാത്രമല്ല, ജീവിതത്തിലും അതാണ് സത്യം. ഈ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് കാണാൻ പോകുന്നത് നിലവിളക്കിന്റെ യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ചാണ്. എപ്പോൾ തെളിയിക്കണം, എങ്ങനെ ശരിയായി തെളിയിക്കണം, എന്തൊക്കെ തെറ്റുകൾ ഒഴിവാക്കണം, കിണ്ടിയിൽ നമ്മൾ വെള്ളം വയ്ക്കുന്നതിന്റെ രഹസ്യം എന്താണ്, ആ കിണ്ടിയിലെ ജലം നമ്മൾ എന്ത് ചെയ്യണം, വീട്ടില് നിലവിളക്ക് തെളിയിക്കുന്നത് വഴി എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഇതിനെല്ലാത്തിനും പുറമെ ദീപം അണച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതം എങ്ങനെ മാറ്റിമറിക്കും. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഈ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ ഒരു നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു സെക്കൻഡ് നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് നമ്മുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് നിലവിളക്ക് എന്തിനു തെളിയിക്കുന്നു, ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്, വീട്ടിൽ ഇത് എന്ത് മാറ്റം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പലർക്കും ഉള്ള ഒരു ചോദ്യമാണ്, നിലവിളക്ക് എന്തിനാണ് തെളിയിക്കുന്നത്? പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു ചെറിയ ആചാരം മാത്രമാണ്. പക്ഷെ നമ്മുടെ സംസ്കാരത്തിൽ ഇതൊരു എനർജി പ്രാക്ടീസ് ആണ്, ഡിസിപ്ലിൻ ആണ്, അവയർനെസ് ടൂളാണ്. ഒന്നാമതായിട്ട് ഇരുട്ട് മാറാനാണ്.
നിലവിളക്ക് തെളിയിക്കുന്നതിന്റെ ഏറ്റവും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഇരുട്ട് നീക്കം ചെയ്യുക എന്നതാണ്. ഇരുട്ട് ഇവിടെ ലിറ്ററൽ മീനിങ് മാത്രമല്ല, അതൊരു സിമ്പലാണ്. കൺഫ്യൂഷൻ, ഇഗ്നോറൻസ്, നെഗറ്റിവിറ്റി, ഭയം, ഇതിനെയൊക്കെയാണ് നമ്മൾ ഇരുട്ട് എന്ന് കണക്കാക്കുന്നത്. അതേസമയം വെളിച്ചം എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ക്ലാരിറ്റി, അറിവ്, സമാധാനം, ആത്മവിശ്വാസം. അതുകൊണ്ടാണ് പറയുന്നത് വെളിച്ചമുള്ളിടത്ത് ഇരുട്ട് നിലനിൽക്കില്ല എന്നുള്ളത്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു ദിവസം മുഴുവൻ സ്ട്രെസ് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിൽ ആ ഒരു നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് മനസ്സ് പതിയെ സ്ലോ ആകും, ബ്രീത്തിങ് കാം ആകും, തോട്ട്സ് സെറ്റിൽ ആകും. ഇത് നാച്ചുറൽ റീസെറ്റ് എഫക്റ്റ് ആണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ചേഞ്ച് ആകുന്നുണ്ട്. വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുമ്പോൾ എനർജി ഷിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട്, സൈലൻസ് കംഫർട്ടബിൾ ആകുന്നുണ്ട്, ഇമോഷണൽ ഹെവിനെസ് കുറയുന്നുണ്ട്. ഇതൊക്കെയും ഒരു വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. ഇതിനെ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, വീട്ടിൽ ഒരു വഴക്ക് നടന്ന ദിവസം, അല്ലെങ്കിൽ വീട്ടിലുള്ള വ്യക്തിക്ക് വളരെയധികം ടെൻഷൻ ഉണ്ടായ ഒരു ദിവസം, വൈകുന്നേരം വീട്ടിൽ ദീപം തെളിയിക്കുമ്പോൾ ഒരു കാമായിട്ടുള്ള ഒരു ഫീലായിരിക്കും അവർക്ക് അനുഭവപ്പെടുന്നത്. ആ ഒരു ദീപം തെളിയിക്കുന്നതോടുകൂടി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടെൻഷൻ അത് ഒന്ന് അയഞ്ഞതുപോലെ നമുക്ക് തന്നെ തോന്നാം. അത് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് അത് ഇല്ലാതായി പോകും എന്നല്ല പറയുന്നത്, പക്ഷെ ആ ഒരു ഫീലിങ്ങിൽ ഒരല്പം മാറ്റം അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ചെറിയ ഒരു ഫീലിങ്സ് ചേഞ്ച് പോലും നമുക്കൊരു സമാധാനം നൽകും. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ വീടുകൾക്ക് എനർജി ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പരമ്പരാഗത വിശ്വാസം പറയുന്നത് വീടുകൾക്ക് പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും അക്യുമുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. എപ്പോഴാണ് നെഗറ്റീവ് എനർജി വരുന്നത്? സ്ട്രെസ്, ദേഷ്യം, ആർഗ്യുമെന്റ്സ്, ഓവർ തിങ്കിങ്, വിഷമിച്ചിരിക്കുക, ഇതൊക്കെയും നെഗറ്റീവ് എനർജിയാണ് അല്ലെ? അപ്പൊ ഈ ഒരു സമയത്ത് നിലവിളക്ക് എന്താണ് ചെയ്യുന്നത്? ദീപം എന്ന് പറയുന്നത് നമ്മുടെ എനർജിയെ ബ്രേക്ക് ചെയ്യുന്നു, അതായത് മോശമായിട്ടുള്ള നെഗറ്റീവ് എനർജിയെ ബ്രേക്ക് ചെയ്യുന്നു, എൻവയോൺമെന്റ് റീഫ്രഷ് ചെയ്യുന്നു. അപ്പൊ അവിടത്തേക്ക് പോസിറ്റീവ് എനർജി ആയിരിക്കും കടന്നു വരുന്നത്. ഇനി ഇതിലെ ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ അതിലെ മൃദുവായ വെളിച്ചം മനസ്സിനെ ശാന്തമാക്കുകയും സ്ഥിരമായ തീ ശ്രദ്ധ വർദ്ധിപ്പിക്കുകയും ദീപം നോക്കുന്നത് ധ്യാനത്തിനോട് സമാനമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ദീപം തെളിയിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി ശാന്തമാകും, മനസ്സിന്റെ ഭാരം കുറയും, ഒരു സുരക്ഷിതത്വം നമുക്ക് അനുഭവപ്പെടും. ഇനി ഇതിന്റെ ആത്മീയ അർത്ഥത്തെക്കുറിച്ച് നോക്കാം. 3 ഘടകങ്ങളാണ് നിലവിളക്കിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീ, തിരി, എണ്ണ. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് തീ ദൈവിക ശക്തിയാണ്, തിരി മനുഷ്യ ജീവിതമാണ്, എണ്ണ ജീവിത പിന്തുണയാണ്. ജീവിതം നിലനിൽക്കാൻ ദൈവിക ശക്തിയും പിന്തുണയും ആവശ്യമാണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഒരു ലളിതമായിട്ടുള്ള സത്യം, ഒരു ചെറിയ വെളിച്ചം പോലും വലിയ ഇരുട്ടിനെ മാറ്റാൻ കഴിയും എന്നതാണ്. ഇപ്പോൾ മനസ്സിന്റെ ഭാഗത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, ദീപം നോക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ചിന്തകൾ കുറയും, മനസ്സ് ശാന്തമാകും, ശ്രദ്ധ വർദ്ധിക്കും, മനസ്സ് മൃദുവായ വെളിച്ചത്തിന് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. സമ്മർദ്ദം കുറയും, ആശങ്ക കുറയും. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ധ്യാനത്തിന്റെ ഒരു സ്വാഭാവിക രൂപമാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നിലവിളക്കിന്റെ അർത്ഥവും പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. ഇനി അടുത്തതായിട്ട് നിലവിളക്ക് എങ്ങനെ ശരിയായിട്ട് തെളിയിക്കണം, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ തെറ്റുകൾ ഒഴിവാക്കണം, ഇതിനെക്കുറിച്ചൊക്കെയും നോക്കാം. നിലവിളക്ക് തെളിയിക്കുന്നതിന് മുൻപ് തയ്യാറെടുപ്പ് വളരെ പ്രധാനമാണ്. കാരണം ഈ പ്രവൃത്തി ഒരു സാധാരണ പ്രവൃത്തിയല്ല, ഒരു പവിത്രമായ ആചാരമാണ്. ആദ്യം നിലവിളക്ക് പൂർണ്ണമായി ശുദ്ധമാക്കണം, പഴയ എണ്ണ നീക്കം ചെയ്യണം, കരിയുണ്ടായാൽ വൃത്തിയാക്കണം, വെള്ളത്തിൽ കഴുകി ഉണക്കണം. ശുദ്ധമായ നിലവിളക്ക് മാത്രമേ ഉപയോഗിക്കാവൂ, എന്നാൽ മാത്രമേ പോസിറ്റീവ് എനർജി അതിൽ നിന്നും പുറത്തേക്ക് വരികയുള്ളൂ. ഇനി രണ്ടാമതായിട്ട് എണ്ണയാണ്. നിലവിളക്കിൽ ഉപയോഗിക്കുന്ന എണ്ണ വളരെ പ്രധാനമാണ്. സാധാരണ ഉപയോഗിക്കുന്നത് എള്ളെണ്ണ അല്ലെങ്കിൽ നെയ്യാണ്. ഇവയൊക്കെ ശുദ്ധമായതായി കണക്കാക്കുന്നു. ഇനി മൂന്നാമതായിട്ട് തിരിയാണ്. തിരി ശരിയായിട്ട് തയ്യാറാക്കണം. ശുദ്ധമായിട്ടുള്ള പഞ്ഞി ഉപയോഗിക്കുക. തിരി ശരിയായി മടക്കണം. ഒരിക്കലും ഒരുപാട് കട്ടിയാക്കരുത്. തീ സുതാര്യമായി കത്തണം എന്നുള്ളതാണ്. ഇനി നാലാമതായിട്ട് സ്ഥലം ഒരുക്കലാണ്. നിലവിളക്ക് വയ്ക്കുന്ന സ്ഥലം വൃത്തിയാക്കണം. ആദ്യം തന്നെ പൂജാമുറി വൃത്തിയാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിലവിളക്ക് വയ്ക്കുന്നത് ആ ഒരു സ്ഥലം വൃത്തിയാക്കുക. നിലം ശുദ്ധമാക്കുക. അനാവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ അതിന് ചുറ്റുമായിട്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ
അത് അവിടെ നിന്നും മാറ്റുക. ഇനി അഞ്ചാമതായിട്ട് മനസ്സിന്റെ ഒരുക്കമാണ്. ഇതും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ദേഷ്യം ഒഴിവാക്കുക, മനസ്സ് ശാന്തമാക്കുക, ഒരു പ്രാർത്ഥന മനസ്സിൽ വയ്ക്കുക. മനസ്സ് ശുദ്ധമായാൽ മാത്രമേ ദീപത്തിന്റെ ഫലം ലഭിക്കൂ എന്നാണ് വിശ്വാസം. ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ് ശരിയായ രീതിയിൽ നമ്മൾ ദീപം തെളിയിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ശാന്തമായിട്ടിരിക്കുക എന്നതാണ്. ആദ്യം ഒരു നിമിഷം നമ്മൾ ശാന്തമായി ഇരിക്കുക, ശ്വാസം ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് ആ ഒരു നിലവിളക്കിൽ ആവശ്യമായിട്ടുള്ള അളവിൽ എണ്ണയൊഴിക്കുക. ഇനി മൂന്നാമതായിട്ട് തിരി സ്ഥാപിക്കുക. തിരി ശരിയായി സ്ഥാപിക്കണം, നന്നായി നനയണം, ഒരു അറ്റം പുറത്തേക്ക് കാണണം. നാലാമതായിട്ട് ദീപം തെളിയിക്കലാണ്. ഇപ്പോൾ നമ്മൾ ദീപം തെളിയിക്കുക ശാന്തമായി ശ്രദ്ധയോടെ ചെയ്യണം. അഞ്ചാമതായിട്ട് ദിശയാണ്. പരമ്പരാഗതമായിട്ട് കിഴക്ക് ദിശ, വടക്ക് ദിശ ഇവയെ പ്രധാനമായിട്ടാണ് കണക്കാക്കുന്നത്. ദീപം തെളിഞ്ഞ ശേഷം ഒരു ചെറിയ പ്രാർത്ഥന പറയുക. ഓം ശ്രീം മഹാലക്ഷ്മിയെ നമഃ, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ നാമം ഏതാണോ, മന്ത്രം ഏതാണോ അത് നിങ്ങൾക്ക് ജപിക്കാം. നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ജപിക്കേണ്ടതായിട്ടുള്ള മന്ത്രങ്ങളൊക്കെയുണ്ട്. ഇത് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഈ മന്ത്രങ്ങളെല്ലാം അറിയണമെന്നില്ല. ഇതൊക്കെയും ജപിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പൊ നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടെ, പൂർണ്ണ ഭക്തിയോടെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദേവതാ സങ്കല്പം ഉണ്ടാവുമല്ലോ, ആ ദേവതാ സങ്കല്പത്തിന്റെ നാമം അല്ലെങ്കിൽ മന്ത്രം നമുക്കറിയാം. ആ ഒരു മന്ത്രം അത് ഏതായി കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു മന്ത്രം 3 തവണ നമുക്ക് ജപിക്കാം. ഇനി അടുത്തതായിട്ട് ദീപം നോക്കുക. കുറച്ച് സെക്കൻഡ് ദീപത്തെ തന്നെ നോക്കുക. അത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൃത്യമായിട്ടുള്ള രീതിയിൽ നിലവിളക്ക് തെളിയിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില തെറ്റുകളുണ്ട്. ഇത് വളരെ വളരെ പ്രധാനമാണ്. നമ്മൾ ഈ തെറ്റുകൾ ചെയ്തുകൊണ്ടാണ് നിലവിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ അതിനെ കൂടെ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഗുണങ്ങളും ഇല്ല. പകരം നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ നൽകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അശുദ്ധമായ നിലവിളക്കാണ്. കരിയോടെ അല്ലെങ്കിൽ പഴയ എണ്ണയോടെ നിലവിളക്ക് ഉപയോഗിക്കരുത്. രണ്ടാമതായിട്ട് വേഗത്തിൽ ചെയ്യുന്നത്. ഇത് ഒരു പവിത്ര പ്രവൃത്തിയാണ്, വേഗത്തിൽ ചെയ്യരുത്. ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ തിരക്കുകളിലായിരിക്കും, ആ തിരക്കിനിടയിലായിരിക്കും നിലവിളക്ക് തെളിയിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിലവിളക്ക് തെളിയിക്കാനായിട്ട് ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും സമയം കണ്ടെത്തുന്നുണ്ടല്ലോ. എന്തൊക്കെ സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ വീട്ടിലുള്ള അന്ധകാരത്തെ നീക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമാണ്. അപ്പോൾ അതിനൊരു 10 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ച് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിനിടയിലൊന്നും വന്ന് നിലവിളക്ക് തെളിയിക്കരുത്. ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധയില്ലാതെ ചെയ്യുന്നതാണ്. മനസ്സ് മറ്റിടത്തായിരിക്കുമ്പോൾ ഒരിക്കലും നിലവിളക്ക് തെളിയിക്കരുത്. ഇനി നാലാമതായിട്ട് കത്തുന്ന ദീപം ഒറ്റയ്ക്ക് വിടാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയാറുണ്ടായിരുന്നു, നിലവിളക്ക് തെളിയിച്ചു വെച്ച് നമ്മൾ വാതിൽ കൊട്ടിയടച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളത്. സുരക്ഷയും ആത്മീയ കാരണവും കൊണ്ട് ഇത് തെറ്റാണ് എന്നുള്ളതാണ്. അതായത് വീടിനുള്ളിൽ നിലവിളക്ക് തെളിയിച്ചു വെച്ച് നമ്മൾ മറ്റുള്ളിടത്ത് പോകുന്നതൊക്കെയും തെറ്റാണ്. നിലവിളക്ക് തെളിയിച്ച് അത് അണയ്ക്കുന്നത് വരെ നമ്മുടെ വീടിന്റെ പ്രധാന വാതിൽ തുറന്നു വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഒരു ലക്ഷ്മി സാന്നിധ്യം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരണം എങ്കിൽ, പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ കടന്നു വരണമെങ്കിൽ നമ്മുടെ ആ ഒരു മെയിൻ ഡോറ് ഓപ്പൺ ആയിരിക്കണം. അപ്പൊ അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് കലഹ സമയത്ത് ചെയ്യുന്നതാണ്. ദേഷ്യവും തർക്കവും ഉള്ളപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് പോയിട്ട് നിലവിളക്ക് തെളിയിക്കരുത്. അതും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, അതും കൂടെ ഒന്ന് പറയാം. അതിലൊന്നാമത്തെ കാര്യം, ദിവസവും ഒരേ സമയത്ത് നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം 6 മണിക്ക് തെളിയിക്കുന്നു, ഒരു ദിവസം 6:30 തെളിയിക്കുന്നു, പിന്നെ ഒരു ദിവസം 7 മണിക്ക് തെളിയിക്കുന്നു. അങ്ങനെ ചെയ്യാതിരിക്കുക. കഴിയുന്നതും 5-10 മിനിറ്റിന്റെ വ്യത്യാസമൊന്നും കുഴപ്പമില്ല, പക്ഷെ ഏകദേശം ഒരേ സമയത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷം നിലനിർത്തുക. ചെറിയ പ്രാർത്ഥനാശീലം ഉണ്ടാക്കുക. നിലവിളക്ക് തെളിയിച്ച് ഉടനെ തന്നെ എഴുന്നേറ്റ് പോകാതെ അവിടെ ഇരുന്ന് ഒരു 2 മിനിറ്റ് നാമജപമൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ദീപം ഒരു ശീലമാക്കുക. അതൊരിക്കലും ഒരു ബാധ്യതയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് അത് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു നിലവിളക്ക് തെളിയിക്കല് ഒരു കടമയായി കണ്ടുകൊണ്ട് ചെയ്യാതെ നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നിലവിളക്ക് എങ്ങനെ ശരിയായിട്ട് തെളിയിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വൈകുന്നേരം നിലവിളക്ക് തെളിയിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രധാനമാകുന്നത്, അതിൻ്റെ ആത്മീയ അർത്ഥം എന്താണ്,
വീട്ടിൽ എന്ത് മാറ്റങ്ങളാണ് ഈ സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിക്കുന്നത് മൂലം ഉണ്ടാകുന്നത്? മനസ്സിനും ജീവിതത്തിനും എന്ത് പ്രഭാവമാണ് ഉണ്ടാകുന്നത്? ഇതിനെക്കുറിച്ചാണ് അടുത്തതായിട്ട് ഞാൻ പറയുന്നത്. ഏറ്റവും ആദ്യം തന്നെ വൈകുന്നേര സമയം പ്രകൃതിയിലെ ഒരു പ്രധാന മാറ്റത്തിന്റെ സമയമാണ്. പ്രകൃതിയിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? സൂര്യൻ അസ്തമിക്കുന്നു, പ്രകാശം കുറയുന്നു, ഇരുട്ട് പതുക്കെ വരുന്നു. ഇത് ഒരു പരിവർത്തന സമയമാണ്. ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, ശരീരം ക്ഷീണിച്ചിരിക്കും, മനസ്സ് അല്പം ഭാരമുള്ളതായിട്ട് തോന്നും, ചിന്തകൾ വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിലവിളക്ക് തെളിയിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനും അന്തരീക്ഷം സ്ഥിരപ്പെടുത്താനും ദിവസത്തെ സമ്മർദ്ദം നീക്കാനും സഹായിക്കും. ഇനി അടുത്തതായിട്ട് വൈകുന്നേരം ദീപത്തിന്റെ ആത്മീയ അർത്ഥത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമതായിട്ട് ഇരുട്ടിനെ പ്രതിരോധിക്കലാണ്. വൈകുന്നേരം ഇരുട്ട് ആരംഭിക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് ദീപം തെളിയിക്കുന്നത് ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊണ്ടുവരുന്നു. രണ്ടാമതായിട്ട് ദൈവിക സാന്നിധ്യമാണ്. പരമ്പരാഗത വിശ്വാസപ്രകാരം വൈകുന്നേരം ദീപം തെളിയിക്കുന്നത് ദൈവിക ശക്തിയെ വീട്ടിൽ ആകർഷിക്കുന്നു എന്നുള്ളതാണ്. ഇനി മൂന്നാമതായിട്ട് നെഗറ്റീവ് ഊർജം കുറയ്ക്കുക എന്നതാണ്. ദിവസത്തെ മുഴുവൻ സ്ട്രെസ്, ദേഷ്യം, ആശങ്ക ഇവയൊക്കെയും നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടാം. ഇങ്ങനെ ദീപം തെളിയിക്കുന്നത് വഴി ഇതൊക്കെയും നീക്കം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് മനസ്സിന്റെ മാറ്റങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദീപം കാണുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ദീപം തെളിയുന്ന സമയത്ത് അല്ലെങ്കിൽ കത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ശാന്തമാകും, ചിന്തകൾ പതിയെയാകും, ഉള്ളില് ഒരു സമാധാനം കടന്നു വരും. ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാരണം കൂടിയുണ്ട്. മൃദുവായ വെളിച്ചം ബ്രെയിനിനെ കാം മോഡിലേക്ക് മാറ്റുന്നു. തീ നോക്കുന്നത് ഫോക്കസ് ഇംപ്രൂവ് ചെയ്യുന്നു, നമ്മുടെ ആങ്സൈറ്റി കുറയുന്നു. ഇത് ഒരു സ്വാഭാവിക ധ്യാന അനുഭവം പോലെയാണ്. ഇനി അടുത്തതായിട്ട് വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ്. വൈകുന്നേരം ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ വീടിന്റെ എനർജി സോഫ്റ്റ് ആകുന്നു, കുടുംബ ബന്ധത്തിലെ തർക്കങ്ങൾ കുറയുന്നു, സംസാരത്തിൽ മൃദുത്വം വരുന്നു, സഹകരണം വർദ്ധിക്കുന്നു, മാനസിക സമ്മർദ്ദം കുറയുന്നു, ദിവസം മുഴുവൻ ഉണ്ടായിട്ടുള്ള ആ ഒരു ടെൻഷൻ റിലീസ് ആകുന്നു. ഇനി അതുപോലെ തന്നെ ഉറക്കത്തിന്റെ ഗുണമേന്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ, വൈകുന്നേരം ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാകും, നല്ല ഉറക്കത്തിന് ഇത് സഹായിക്കും. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, ഒഴിവാക്കേണ്ട തെറ്റുകളാണ്. വളരെ വൈകി ദീപം തെളിയിക്കാനായിട്ട് പാടില്ല. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില ആളുകൾ ജോലിയിൽ നിന്നൊക്കെ വന്ന് ദീപം തെളിയിക്കുമ്പോൾ 7-7:30 ആവും. അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ വേഗം ചെയ്തു തീർക്കാനോ കലഹ സമയത്ത് ചെയ്യാനോ പാടില്ല. സ്ഥിരമായിട്ട് ഒരേ സമയത്ത് ശാന്തമായ മനസ്സോടെ ശ്രദ്ധയോടെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ഫലം ലഭിക്കുകയുള്ളൂ. ഇനി അതുപോലെ തന്നെ നിലവിളക്ക് തെളിയിക്കുമ്പോൾ അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് നിലവിളക്കിന്റെ തൊട്ടടുത്തായിട്ട് കിണ്ടിയിൽ ജലം വയ്ക്കുക എന്നുള്ളത്. ശുദ്ധമായിട്ടുള്ള ജലം വയ്ക്കുക. നമ്മൾ ഓരോ തവണ നിലവിളക്ക് തെളിയിക്കുമ്പോഴും ആ ജലം മാറ്റുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചില ആളുകൾ രാവിലെയും സന്ധ്യാസമയത്തും നിലവിളക്ക് വയ്ക്കുന്ന സമയത്ത് രാവിലെ കിണ്ടിയിൽ വെച്ച ആ ജലം തന്നെയായിരിക്കും സന്ധ്യാസമയത്തും വയ്ക്കുന്നത്. അത് മാറ്റില്ല. കാരണം ഇന്നത്തെ ദിവസം ഞാൻ വെച്ച വെള്ളമാണല്ലോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഓരോ സമയം നിലവിളക്ക് തെളിയിക്കുമ്പോഴും അത് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതുകൂടെ ഒന്ന് പറയാം. നമ്മൾ ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ, എന്തൊക്കെ പ്രാധാന്യം അതിന് കൊടുക്കുന്നുണ്ടോ, എത്രമേൽ പവിത്രമായിട്ടാണോ ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് ആ കർമ്മം അവസാനിപ്പിക്കുമ്പോഴും ചെയ്യേണ്ടത്. നിലവിളക്ക് അണയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം, ഊതി അണയ്ക്കാനായിട്ട് പാടില്ല. അത് ആ തിരി എണ്ണയിലേക്ക് താഴ്ത്തിയോ അല്ലെങ്കിൽ ഒരു പുഷ്പം ഉപയോഗിച്ചോ നമുക്കത് അണയ്ക്കാവുന്നതാണ്. ഇനി നിലവിളക്ക് അണയിച്ച ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിലവിളക്കിന്റെ കൂമ്പ് ഭാഗം ഉണ്ടല്ലോ, ആ മുകളിലത്തെ ആ ഭാഗത്തിന്റെ ഏറ്റവും മുകളിൽ തൊട്ടുകൊണ്ട് നമ്മുടെ നെറ്റിയിൽ സ്പർശിക്കുക. അതായത് പ്രാർത്ഥനയോടുകൂടി നമ്മൾ ആ ഒരു നിലവിളക്കിന്റെ കൂമ്പിൽ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും അനുഗ്രഹവും എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകണമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ആ ഒരു നിലവിളക്ക് അണച്ച ശേഷം അതിൻ്റെ കൂമ്പിൽ തൊട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വന്നിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിലായാലും അതുപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായാലും അതുപോലെ ആ ഒരു നിലവിളക്ക് അണയ്ക്കുന്നതോടൊപ്പം തന്നെ ഇല്ലാതായി പോകും എന്നുള്ളതിൻ്റെ ഒരു സൂചന പോലെ അല്ലെങ്കിൽ ഒരു പ്രതീകം പോലെ നമുക്ക് ആ ഒരു പ്രാർത്ഥനയെ സമർപ്പിക്കാം. ഈ ഒരു കാര്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം ഒന്ന് ചെയ്തു നോക്കിക്കേ. 100% ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനൊരു ഫലം ലഭിച്ചിരിക്കും. തീർച്ചയാണ്. നമ്മളെല്ലാവരും എന്താണ് ചെയ്യുന്നത്?
നിലവിളക്ക് അണച്ച് അത് കഴിഞ്ഞു, അവിടെ ആ ഒരു കർമ്മം അവിടെ അവസാനിച്ചു. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിനുശേഷം ചെയ്യുന്ന ആ ഒരു പ്രാർത്ഥനയ്ക്ക് വലിയ വലിയ എഫക്റ്റാണുള്ളത്. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നിലവിളക്കിൽ ബാക്കി വന്നിട്ടുള്ള എണ്ണയും തിരിയും അത് പലരും വേസ്റ്റിൽ ഇടുന്നതൊക്കെ കാണാറുണ്ട്. ഇതിനെക്കുറിച്ച് മുന്നേയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മൾ ആ ബാക്കി വന്ന എണ്ണയും തിരിയും വേസ്റ്റിൽ ഇടരുത്. ഒന്നുകിൽ ഏതെങ്കിലും ഒരു മരച്ചുവട്ടിൽ, ഒരു ചെടിയുടെ ചുവട്ടിൽ, ആരും ചവിട്ടാത്ത സ്ഥലത്ത് കളയാവുന്നതാണ്. അതല്ല എങ്കിൽ കുഴിച്ചിടണം. ഇതല്ലാതെ ചവിട്ടുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ വേസ്റ്റിലോ ഒരു കാരണവശാലും ഇടരുത്. അങ്ങനെ ചെയ്യുന്നത് അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഈ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന തിരിയോ എണ്ണയോ മറ്റൊരാൾ ചവിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ദോഷഫലം വരുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. അതുപോലെ തന്നെയാണ് കിണ്ടിയിലെ ജലവും. ചവിട്ടുന്നെടുത്തോ അല്ലെങ്കിൽ സിങ്കിലോ ഒന്നും ഒഴിച്ചു കളയാനായിട്ട് പാടില്ല. പകൽ സമയങ്ങളിലാണെങ്കിൽ നമുക്ക് തുളസി തറയിൽ ഒഴിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അടിച്ചു വാരിക്കഴിഞ്ഞാൽ നമുക്ക് തളിക്കാം. ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു ജലമാണത്. അപ്പോൾ അതിനെ ആ ഒരു പവിത്രതയോടെ കൂടെ തന്നെ കാണാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ഒരു നിലവിളക്ക് തെളിയിക്കുക എന്നുള്ള ഒരു കർമ്മത്തെ എത്രത്തോളം പ്രാധാന്യം നൽകി കാണുന്നുണ്ടോ അത്രമേൽ പ്രാധാന്യം തന്നെ അതിനുശേഷം ചെയ്യുന്ന കാര്യങ്ങളിലും വേണം. ആ ഒരു വിളക്കിൽ ബാക്കി വരുന്ന എണ്ണയായാലും കിണ്ടിയിലെ ജലമായാലും ഒക്കെ ശരിയായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു നിലവിളക്ക് തെളിയിക്കുന്നത് വഴി അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുകയുള്ളൂ. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. വെറുതെ നിലവിളക്ക് തെളിയിച്ചു, നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം എല്ലാം അവിടെ ഇട്ടിട്ട് എങ്ങനെയൊക്കെയോ കളഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് ഒരു ഗുണവുമില്ല. നിങ്ങൾ നിലവിളക്ക് തെളിയിച്ചത് കൊണ്ടും യാതൊരു പ്രയോജനവും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നവരാണ്. വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഈശ്വര കടാക്ഷവും ഒക്കെ ഉണ്ടാവാനായിട്ട് നിലവിളക്ക് ഒരുപാട് 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 സഹായിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ഒരു ദൈവിക പ്രവൃത്തിയായിട്ട് തന്നെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അപ്പോൾ അത് ശരിയായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ആ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കൂ എന്നുള്ള സത്യം തിരിച്ചറിയുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.